രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം വീണ്ടും കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലത്തെ ഇന്റർവ്യൂവിന് ശേഷം ഷെഹനാസ് നമുക്കറിയാം കോൺഗ്രസിന്റെ പ്രവർത്തകയാണ്. അവർ ഒരു മാധ്യമങ്ങളെ കണ്ടൊരു സംഭാഷണം നടത്തി. അതിൽ രാഹുൽ മാങ്കൂട്ട് ഒരു കോഴിയാണ്. പണ്ടേ ഞാൻ ഈ കോഴിയെ ഡീൽ ചെയ്ത് വിട്ടതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു ട്രാപ്പ് ആയിരുന്നു. രാഹുല് വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത് സ്ക്രിപ്റ്റ് ചെയ്ത് വളരെ സൗമ്യനായി ഇരുന്ന് ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നു. ഈ ഇന്റർവ്യൂ കണ്ടു കഴിഞ്ഞ് ഒരു രാത്രിയാവുമ്പോഴേക്കും ഫേസ്ബുക്കിലൊക്കെ നോക്കുകയാണെങ്കിൽ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഹാഷ്മി എന്താണ് ആ ചോദ്യം ചോദിക്കാത്തത്? നമ്മൾ കണ്ടു. മാധ്യമപ്രവർത്തകയായ ലക്ഷ്മി പത്മ ഒരു പോസ്റ്റ് തന്നെ ഇട്ടിട്ടുണ്ട്. ഹാഷ്മി താജ് ഇബ്രാഹിമിന് ചോദിക്കാവുമായിരുന്ന ചോദ്യങ്ങൾ എന്ന് പറഞ്ഞ് നമ്പർ ഇട്ട് കുറച്ച് ചോദ്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ പലർക്കും ഇപ്പോൾ മാധ്യമപ്രവർത്തന മേഖലയിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഇതുപോലെ പൊതുപ്രവർത്തകരായ സ്ത്രീകളിൽ പലർക്കും തോന്നിയൊരു കാര്യമാണ് എന്തുകൊണ്ട് ഇത് ചോദിച്ചില്ല എന്നുള്ള കാര്യം. ഷഹനാസ് എന്ന കോൺഗ്രസ് പ്രവർത്തക വളരെ ആർജവത്തോടെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിരുന്ന് പറയുകയാണ്, ഞാൻ വെല്ലുവിളിക്കുന്നു, രാഹുൽ എന്റെ മുന്നിൽ വന്നിരിക്കട്ടെ. അതെ, ഹാഷ്മി ഇരുന്ന ആ സീറ്റിൽ ഞാൻ അതെ, ഇരിക്കാം. അവിടെ അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ പോയി ഒരു ഇന്റർവ്യൂ എടുക്കാൻ തയ്യാറാണ്. ഹാഷ്മിയുടെ അത്രയും വലിയ ജേർണലിസ്റ്റ് ഒന്നും അല്ലെങ്കിൽ ഞാൻ ഇന്റർവ്യൂ ഒക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ പോയി വെല്ലുവിളിക്കുന്നു, എന്റെ മുന്നിൽ വന്നിരിക്കാൻ തയ്യാറാണോ എന്ന് ചോദിക്കുന്നുണ്ട്. രാഹുലിന് കുറച്ച് ബുദ്ധിയെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ രാഹുൽ ആ വെല്ലുവിളി ഏറ്റെടുക്കില്ല. കാരണം ഉറപ്പായും പൊളിച്ചടുക്കി കയ്യിൽ കൊടുക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അല്ല, ഞാൻ പറയുന്നത് രാഹുൽ പോയിരിക്കണം എന്ന് തന്നെയാണ്. രാഹുലിന് ഇത്രത്തോളം ധൈര്യമുണ്ടെങ്കിൽ രാഹുൽ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് ഹാഷ്മിയുടെ മുന്നിൽ വന്നിട്ട് ഞാൻ അതെ, സ്ക്രീൻഷോട്ട് അല്ല എൻ്റെ മെസ്സേജുകൾ കാണിക്കാം, ഹാഷ്മി എടുത്തു വെച്ച് നോക്കൂ. ആ ഒരു കോൺഫിഡൻറ്റോടെ ഫോൺ കൊടുക്കാൻ തയ്യാറാകുന്ന രാഹുൽ മാങ്കൂട്ടം, ആ രാഹുൽ മാങ്കൂട്ടത്തെ ഡീൽ ചെയ്യുന്ന ഷെഹനാസ്, ഷെഹനാസിനെ പൊളിക്കണമെങ്കിൽ രാഹുൽ മാങ്കൂട്ടം അവരുടെ അടുത്ത് പോയിരിക്കണം. എന്നാൽ മാത്രമേ കൃത്യമായിട്ട് അവർ തമ്മിൽ സംസാരിച്ച് അത് ഏതെങ്കിലും മാധ്യമങ്ങളുടെ പുറത്തേക്ക് വരണം, അതെ. ഇപ്പൊ രാഹുൽ ലൈവായിട്ട്. അതെ, അതെ, ലൈവായിട്ട്. ഇപ്പോൾ നമുക്കറിയാം, നമ്മളടക്കമുള്ള മാധ്യമ പ്രവർത്തകർ, ഓൺലൈൻ ചാനലുകൾ, അതുപോലെ തന്നെ മുഖ്യധാര മാധ്യമങ്ങളെല്ലാം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു ഇന്റർവ്യൂവിന് വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ട്. അത് രാഹുലിനെ ബൂസ്റ്റ് ചെയ്യാനൊന്നുമല്ല, നമുക്ക് സംസാരിക്കാനും ചോദ്യങ്ങൾ ചോദിക്കാനും ഈ പറഞ്ഞ കാര്യങ്ങൾക്കും എല്ലാം തന്നെയായിരുന്നു. പക്ഷേ പെട്ടെന്നൊരു ദിവസം ഹാഷ്മിയുടെ മുന്നിൽ അദ്ദേഹം വന്നിരിക്കുന്നു. വളരെ ഡ്രാഫ്റ്റ് ഒരു സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ നടത്തുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും സംശയം തോന്നും. എനിക്ക് തോന്നുന്നു രാഹുൽ ഇനി മറ്റൊരു ഇന്റർവ്യൂ കൊടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഉണ്ടെങ്കിൽ തന്നെ രാഹുൽ പറഞ്ഞതുപോലെ ഷഹനാസിന്റെ ഈ വെല്ലുവിളി ഏറ്റെടുത്ത് മുന്നിൽ വന്നിരുന്ന് ഈ പറഞ്ഞ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കൊടുക്കട്ടെ. ഇപ്പോ ഷഹനാസ് പറയുന്നൊരു കാര്യമുണ്ട്, അവനെയൊക്കെ ഫ്രണ്ടാന്ന് പറയാൻ എനിക്ക് നാണക്കേടാന്ന്. അപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞാൽ, രാഹുലിനെ പോലെ ഒരു പേർവേർട്ടിനെ, ഒരു കാമഭ്രാന്തൻ എന്നൊക്കെയാ പറയുന്നത്. അങ്ങനെ ഒരു വ്യക്തിയെ പിടിച്ചിരുത്തി അയാൾ പറയുന്ന ന്യായീകരണങ്ങളൊക്കെ കേട്ട് മിണ്ടാതിരിക്കാൻ പൊതുബോധം അനുവദിക്കില്ല. ലൈക്ക് നമ്മുടെയൊക്കെ പൊതുബോധം അനുവദിക്കില്ല. ഇപ്പൊ എന്റെ മുന്നിലാണ് രാഹുൽ മാങ്കൂട്ട് ഇരുന്നെങ്കിലും ഞാൻ ഇങ്ങനെ ഇരുന്ന് അമ്മയുടെ കണ്ണിരുന്നൊക്കെ പറഞ്ഞാൽ പോലും ഞാൻ ഇങ്ങനെ ഇരുന്ന് കേട്ടോണ്ടിരിക്കില്ല. ഒരു ചോദ്യം ചോദിക്കും, അതാണോ ചെയ്യേണ്ടിയിരുന്നത്? നിയമം അനുശാസിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന് രാഹുൽ 5-6 തവണ പറയുന്നുണ്ട്. അല്ല, ഈ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള വശങ്ങൾ കാണും. രാഹുൽ മാങ്കൂട്ടത്തിനായിട്ടുള്ള വശങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ രാഹുലിനെ ആക്ഷേപിക്കുന്ന കൂട്ടത്തിൽ അല്ലെങ്കിൽ ആക്രമിക്കുന്ന കൂട്ടത്തിൽ, രാഹുലിനെ ചോദ്യം ചെയ്യുന്ന കൂട്ടത്തിൽ നിയമപരമായിട്ട് പോകേണ്ട വിഷയങ്ങൾ നിയമപരമായിട്ട് തന്നെ പോകണം. രാഹുലിന് കിട്ടാൻ കഴിയുന്ന ശിക്ഷകൾ നീതിപീഠത്തിൽ നിന്ന് നമുക്ക് വാങ്ങിച്ചു കൊടുക്കാൻ കഴിയണം. ഇല്ലെങ്കിൽ ഇനി ഇതിന് പുറകെ വരുന്ന ആളുകൾ പറയും, ഈ ഒരാളെ പീഡിപ്പിച്ചാലൊന്നും ഇത്രയും വിഷയമില്ല, അല്ലെങ്കിൽ ഇത് നോർമലാണ് എന്നൊരു തോന്നൽ ആളുകൾക്കുണ്ടാകും. അതെ, രാഹുൽ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കേണ്ടത് ഇവിടുത്തെ പോലീസിന്റെയും പിണറായി സർക്കാരിന്റെയും ഉത്തരവാദിത്തം തന്നെയാണ്. ഇപ്പം ഷെഹനാസിന്റെ കയ്യിൽ എന്തെങ്കിലും തെളിവുകളുണ്ടെങ്കിൽ അത് പുറത്തേക്ക് വിടണം. അതെ. അല്ലാതെ അവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിട്ട് ഒരു വാഗ്വാദങ്ങൾ നടത്തുകയല്ല ഇപ്പോൾ വേണ്ടത്. തന്നെ ഷഹനാസി പ്രതികരണം നടത്തുമ്പോൾ വലിയൊരു വിഭാഗം ആൾക്കാർ അവരെ സ്ലട്ട് ഷെയിം ചെയ്യാനും അവരെ ബ്ലെയിം ചെയ്യാനും ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ രാഹുൽ കഴിഞ്ഞ ദിവസത്തെ ഇന്റർവ്യൂവിൽ 1-2 സ്ത്രീകളുടെ പേരുകൾ എടുത്തു പറയുന്നുണ്ട്. ഈ കേസ് കൊടുത്തവരല്ലാത്ത മറ്റ് സ്ത്രീകളുടെ പേര് പറയുന്നുണ്ട്. രാഹുൽ ശരിക്കും ചെയ്യുന്നത് ഈ സ്ത്രീകളെ പൊതുമധ്യത്തിൽ ഇട്ടുകൊടുക്കുകയാണ്. ഇവരെല്ലാം സമ്മതിച്ചാണ് എൻ്റെ കൂടെ വന്നത്, ഇവരെന്നെ ഇങ്ങോട്ട് സമീപിക്കുകയായിരുന്നു. ഇയാൾ ആര ഗന്ധർവനോ ഇങ്ങനെ പുറകെ നടക്കാൻ? അയാൾക്കൊരു വിചാരമുണ്ട്, എല്ലാവരും എൻ്റെ പുറകെ വന്നതാണ്, അതുകൊണ്ട് എനിക്ക് എന്തുമാവാം എന്ന് ചിന്തിക്കാം. ഇപ്പൊ ഞാനൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാൻ പോകുന്നു. എനിക്ക് ആ സ്ഥാപനം ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇവിടുത്തെ MD-ക്ക് അങ്ങോട്ട് മെസ്സേജ് അയച്ച് ചെന്നു എന്ന് പറഞ്ഞ് അയാൾക്ക് എന്നെ ചൂഷണം ചെയ്യാനുള്ള അവകാശമില്ലല്ലോ. അത് തന്നെയാണ് ഒരിക്കലുമില്ല. ചോദിക്കുന്നത്. ഇപ്പോൾ റിനി എന്ന് പറയുന്ന നടി അങ്ങോട്ടായിരിക്കാം മെസ്സേജ് അയച്ചത് എന്ന് പറഞ്ഞ് റിനിയോട് അപമര്യാദയായി പെരുമാറാൻ കഴിയില്ല. ഷഹനാസ് ഉന്നയിക്കുന്ന ഒരു കാര്യമുണ്ട്, കർഷക സമരത്തിന് നമുക്ക് ഒരുമിച്ച് പോകാമെന്ന്. അങ്ങനെ എന്തിനാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇതൊക്കെ നമ്മുടെ ഒരു MLA ആണ്. അയാളുടെ കുറെ വീഡിയോസും കുറെ
ഓഡിയോ ക്ലിപ്പുകളും അതുപോലെ തന്നെ സ്ക്രീൻഷോട്ടുകളും ഒക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഒരു MLA എന്നുള്ള ഒരു കീ പോസ്റ്റിൽ ഇരിക്കുന്ന ആൾ എന്തിനിങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷെ MLA ഇതെല്ലാം എന്നല്ല. MLA-ക്ക് മുമ്പിട്ട് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിരിക്കുന്ന സമയത്ത് നടന്നിട്ടുള്ള ഓക്കെ. സംഭവങ്ങളാണ് ഇതെല്ലാം. അപ്പൊ യൂത്ത് അല്ല, കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിരിക്കുന്ന സമയത്ത് ഇത് ചെയ്യാമെന്നാണ് രാഹുൽ പറയുന്നത്. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ആ ഇരിക്കുന്ന സമയത്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സംഭവിച്ചത്. നമുക്കറിയാം, ഒരു കീ പോസ്റ്റിൽ ഇരിക്കുന്ന ഒരാളോട്, ഇപ്പോൾ അധികാര വികേന്ദ്രങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകളോട് നമുക്കൊരു താല്പര്യമുണ്ടാകും. ഇപ്പോൾ മുഖ്യമന്ത്രിയോടാണെങ്കിലും പ്രതിപക്ഷ നേതാവിനോടാണെങ്കിലും ആ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ആളുകളോട് നമുക്കൊരു ബന്ധമുണ്ടാക്കാനുള്ള താല്പര്യമല്ല, താല്പര്യമുണ്ടാകും. ബന്ധം. അതെ, ബന്ധമുണ്ടാക്കാനുള്ള താല്പര്യങ്ങൾ വരും. ഇപ്പോൾ നമ്മൾ ഒരു ബന്ധമുണ്ടാക്കാനായിട്ട് പോകുമ്പോഴായിരിക്കും അവരോട് മെസ്സേജ് അയക്കുന്നത്. ഇപ്പോൾ പിണറായി വിജയൻ്റെ ഒരു ഇൻ്റർവ്യൂ എടുക്കണം. ആദ്യം നമ്മൾ എന്താണ് ചെയ്യാൻ ശ്രമിക്കുന്നത്? അദ്ദേഹമായിട്ടൊരു ബന്ധമുണ്ടാക്കാൻ ശ്രമിക്കും. ഇടയ്ക്ക് സാർ ഒരു ഇൻ്റർവ്യൂ തന്നാൽ നന്നായിരിക്കും എന്ന് നമ്മൾ അങ്ങോട്ട് പോയി സംസാരിക്കും. നമ്മൾ അങ്ങോട്ടായിരിക്കും അപ്രോച്ച് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇത് തന്നെ ആയിരിക്കാം അവിടെ സംഭവിച്ചിട്ടുള്ളത്. പിന്നീട് അത് മറ്റൊരു ബന്ധത്തിലേക്ക് പോയതായ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആയിരിക്കാം. അങ്ങനെ ചെയ്യരുതായിരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഏതൊരു പെൺകുട്ടിയെ കണ്ടാലും, ഏതൊരു പെൺകുട്ടി എന്തൊരു ആവശ്യത്തിന് മെസ്സേജ് അയച്ചാലും അതിനെ ഒരു ലൈംഗിക താല്പര്യത്തിലേക്ക് അല്ലെങ്കിൽ ഒരു പ്രണയം നടിക്കുന്ന ഒരു തലത്തിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ഇത് തന്നെയാണ് ഈ സെക്ഷൽ പെർവേർട്ട് എന്ന് ഞങ്ങൾ പിന്നെയും വീണ്ടും വീണ്ടും തലങ്കും വിലങ്കും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ഇത് തന്നെയാണ്. അദ്ദേഹം അത് ചെയ്യാൻ പാടില്ലായിരുന്നു. രാഹുൽ മാങ്കൂട്ടം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമായിരുന്നു. കാരണം പിന്നൊരു കാര്യമുണ്ട്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തിരുന്നപ്പോഴാണ് ഇത് ചെയ്തത്, പറ്റിപ്പോയതായിരിക്കാം, അതൊക്കെ പാസ്റ്റ് അല്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മളെല്ലാവരും സംസാരിച്ചിരുന്ന ഒരു കാര്യമാണ്, പെട്ടെന്ന് ഇങ്ങനെ വലിയൊരു ബൂം കിട്ടിയൊരു വലിയൊരു സ്റ്റാർ കാൻഡിഡേറ്റ് ആണ് ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടം എന്ന വ്യക്തി. പക്ഷേ ആ ഇന്റർവ്യൂല് രാഹുൽ തന്നെ ഇതിനെ തിരുത്തി പറയുന്നുണ്ട്. 2008 ഞാൻ ആദ്യമായിട്ട് ജയിലിൽ പോകുന്ന ഒരു കേസുമായി ബന്ധപ്പെട്ട് ആദ്യ പദവി കിട്ടുന്ന 2008 6 അങ്ങനെ എന്തോ ഒരു കണക്ക് പറയുന്നുണ്ട്. 10-18 വർഷമായി സജീവ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിക്ക് നാളെ താൻ ഓഡിറ്റ് ചെയ്യപ്പെടുമെന്ന് അറിയില്ലായിരുന്നോ? ഒന്ന് ചിന്തിച്ചു നോക്കണം. 10-18 വർഷമായി. പോട്ടെ, ചെറുപ്രായത്തിൽ സ്കൂളിലോ കോളേജിലോ സംഭവിച്ചു പോയൊരു തെറ്റ് തിരുത്താനും ക്ഷമ ചോദിക്കാനുമുള്ള സമയമുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷവും കഴിഞ്ഞ മാസവും ഒക്കെ നടന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത്. ഈ ഷഹനാസ് പറയുന്ന ഒരു കാര്യം ഉണ്ടെന്ന്, ഒരു ഫോട്ടോ ഇട്ട ഇൻബോക്സിൽ വന്നിട്ട് സൂപ്പർ ആയിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണെന്ന്. ഇതിന്റെയൊക്കെ ആവശ്യം എന്താണ്? എനിക്ക് പേഴ്സണലി അറിയുന്ന ഒരു മാധ്യമ പ്രവർത്തകയുണ്ട്. ആ പെൺകുട്ടി ഓഫീസുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യുമ്പോൾ ഇൻബോക്സിൽ വന്നിട്ട് ഹായ്, വീടെവിടെയാ, നല്ല വീഡിയോസ് ആണ് കേട്ടോ. ഇറ്റ്സ് നോട്ട് അപ്രിസിയേഷൻ. നമ്മൾ വിചാരിക്കും അപ്രിസിയേഷൻ ആണെന്ന്. ഇപ്പോൾ രാത്രി 11 മണിക്ക് ശേഷം മാധ്യമപ്രവർത്തകരൊക്കെ വിളിച്ചിട്ട് എന്നോട് മേഘ വീഡിയോസ് നന്നായിട്ടുണ്ട്, നല്ല സൗണ്ട് ആണ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആ പോകുന്ന പോക്ക് എങ്ങോട്ടാണെന്ന് അറിയാമല്ലോ. ഈ ഗതിയാണ്, ഈ കാര്യം തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ സംഭവിച്ചിരുന്നത്. നല്ലൊരു ഫോട്ടോ കാണുന്നു, സാരി ഉടുത്തൊരു ഫോട്ടോ കാണുന്നു, അല്ലെങ്കിൽ നല്ല ഡ്രസ്സ് ഇട്ടൊരു ഫോട്ടോ കാണുന്നു, നീ സുന്ദരിയാണ് കേട്ടോ, നീ അടിപൊളിയാണ് കേട്ടോ എന്ന് പറഞ്ഞൊരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. രാഹുൽ പറയുന്നുണ്ടല്ലോ, പലരും എന്നോട് ഇങ്ങോട്ടാണ് സമീപിച്ചതെന്ന്. രാഹുൽ അങ്ങോട്ട് സമീപിച്ച 1000 സ്ത്രീകളുടെ പേരുകൾ ഞാൻ വേണമെങ്കിൽ പേര് വെളിപ്പെടുത്താൻ കഴിയില്ല, എന്നാലും സംഭവങ്ങൾ ഞാൻ വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് ലൈംഗിക താല്പര്യം തലയിൽ കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടം. അദ്ദേഹത്തിന് ഇനിയും ഒരു കീ പോസ്റ്റിൽ ഒരു അധികാര സ്ഥാനത്ത് നിർത്തിയാൽ വീണ്ടും ഇത്തരം ചൂഷണങ്ങൾ സംഭവിക്കും. ഇപ്പോൾ രാഹുൽ പറഞ്ഞു നീതിന്യായ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് അതങ്ങ് പോട്ടെ, ന്യായത്തിന്റെ വഴിക്ക് പോട്ടെ, കേസിന്റെ വഴിക്ക് പോട്ടെ എന്ന് പറയാം. ഈ പറഞ്ഞതുപോലെ ചിലപ്പോൾ തെളിവുകളുടെ അഭാവം ഉണ്ടാകാം, ഇത് തെളിയിക്കാൻ സാധിക്കില്ലായിരിക്കാം, ചിലപ്പോൾ ചെറിയ ശിക്ഷയായിരിക്കാം ലഭിക്കുന്നത്. പക്ഷേ ഈ ഒരു ന്യൂസ് ഇങ്ങനെ കത്തി നിൽക്കുന്നതോടെ, അല്ലെങ്കിൽ സമൂഹത്തിൽ ഈ ഒരു മെസ്സേജ് വന്നതോടുകൂടി രാഹുൽ എന്ന പെർവേർട്ടിനെ ഒന്ന് ശ്രദ്ധിക്കാൻ, അല്ലെങ്കിൽ ഇയാൾ ഇനി അടുത്തൊരു പെൺകുട്ടിയെ ഇരയാക്കുന്നതിൽ നിന്ന് തടയാൻ നമുക്ക് സാധിക്കും. അതൊരു വലിയ കാര്യമാണ്. ഈ മീറ്റു പോലുള്ള ക്യാമ്പയിനുകളൊക്കെ വന്നത് ഇതിന് തന്നെയായിരുന്നു. മീറ്റു ആരോപണങ്ങളായിട്ട് വന്ന പല കാര്യങ്ങളും കേസുകളായിട്ട് മുന്നോട്ട് പോയിട്ടില്ല. പക്ഷേ ഇന്ന എഴുത്തുകാരൻ, ഇന്ന നടൻ, ഇന്ന രാഷ്ട്രീയക്കാരൻ, ഇന്ന പാട്ടുകാരൻ, ഈ വ്യക്തികളെല്ലാം പെർവേർട്ടുകളാണ്, സെക്ഷലി ചൂഷണം ചെയ്യാൻ സാധ്യതയുള്ള ആൾക്കാരാണെന്ന് സമൂഹത്തെ അറിയിക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഈ പറഞ്ഞ ഈ റെവല്യൂഷന്റെ അർത്ഥം എന്ന് പറയുന്നതും. ഇത് റവല്യൂഷൻ ആണ് എന്ന് പറയുന്ന സമയത്ത് പോലും നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ഒരുപാട് വിഷയങ്ങൾ നടക്കുന്നുണ്ട്. അത് നമ്മൾ കാണാതെ പോകരുത്. ഇപ്പോൾ ഏത് വിഷയമാണെങ്കിലും അതിന് രണ്ട് പുറമുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഒരിക്കലും രാഹുൽ മാങ്കൂട്ടത്തെ നമ്മൾ സപ്പോർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടം മാത്രമല്ലല്ലോ തെറ്റുകാർ, സ്ത്രീകളും തെറ്റുകാരാണ് എന്ന് പറഞ്ഞ് നമുക്ക് പലപ്പോഴും അവോയ്ഡ് ചെയ്ത് കളയാം ഇത്തരത്തിലുള്ള കേസുകളാണെങ്കിൽ പോലും. പക്ഷേ ഇതിനകത്തെല്ലാം വരാൻ പോകുന്നൊരു വിഷയം എന്ന് പറയുന്നത്, രാഹുൽ ഒരു ഹൈ സ്റ്റാൻഡേർഡിൽ നിൽക്കുന്ന ഒരാളാണ്. ഹൈ സ്റ്റാൻഡേർഡ് എന്ന് ഉദ്ദേശിച്ചത് യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു പദവിയിൽ നിന്നിട്ടുള്ള ഒരാൾ, ഒരു കീ പോസ്റ്റിൽ നിന്നിട്ടുള്ള ഒരാൾ. അവിടെ ഓപ്പർച്യൂണിറ്റികൾ ഒരുപാടാണ്. അത് മാത്രമല്ല, ഒരു യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന കമ്മിറ്റി എന്ന് എടുത്തു വെച്ച് നോക്കുമ്പോൾ കേരളത്തിൽ സ്ത്രീകളും പുരുഷന്മാരുമായിട്ടുള്ള യുവതി യുവാക്കൾ ഒരുപാട് പേരുള്ള സംഘടനയാണ്. ആ സംഘടനയ്ക്ക് മോശം വരുമെന്നൊരു ചിന്ത രാഹുലിന്റെ മനസ്സിൽ എപ്പോഴെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇത്തരത്തിലൊരു അവസ്ഥയിലേക്ക് പോകില്ലായിരുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. പിന്നെ ആ ഒരു സമയത്ത്
ഒരുപാട് എക്സ്പോഷർ കിട്ടിയ ഒരാളാണ് രാഹുൽ മാങ്കൂട. അപ്പോൾ സ്വാഭാവികമായിട്ടും ആരാധകർ ഒരുപാട് ഉണ്ടാകാം എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ സിനിമാ നടന്മാരാണെങ്കിൽ പോലും അവർക്ക് ഒരുപാട് ആരാധകരുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ അതിനെ നമ്മൾ ചൂഷണം ചെയ്യുകയല്ല വേണ്ടത്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് എടുക്കാൻ വയ്യാത്ത വള്ളികളൊക്കെ ഒഴിവാക്കി വിടേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഉത്തരവാദിത്വം തന്നെയായിരുന്നു. ഇപ്പോൾ 2 പേരും തമ്മിൽ പരസ്പരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതോ അല്ലെങ്കിൽ അവർ തമ്മിൽ ഇഷ്ടപ്പെടുന്നതോ ഒന്നും തെറ്റായിട്ടുള്ള കാര്യമല്ല. പക്ഷേ അത് എല്ലാവരെയും ചൂഷണം ചെയ്യാമെന്നുള്ളൊരു ചിന്താഗതി. ഇപ്പോൾ ആരാധകർ വരുന്നു, ആ എല്ലാ ആരാധകരെയും ലൈംഗികപരമായിട്ട് ഉപയോഗിക്കാം എന്നുള്ളൊരു തോന്നൽ വരുന്ന സമയത്താണ് ഈ വിഷയം വരുന്നത്. അതിനുശേഷം ഇനി എനിക്ക് എല്ലാവരും, അതായത് ആരാധകരായിട്ട് വരുന്നവർ മാത്രമല്ല, ഞാൻ ഇനി ആരോട് പോയി കഴിഞ്ഞാലും അവർക്കെല്ലാം എന്നോട് ഈ ഒരു തോന്നൽ ഉണ്ടാകുമെന്ന് ഒരു ചിന്ത വന്നിട്ടുള്ളതാണ് രാഹുലിന് പറ്റിയിട്ടുള്ള ഏറ്റവും വലിയ തെറ്റ് എന്ന് പറഞ്ഞത്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് അങ്ങോട്ട് കയറി അറിയാത്ത ആളുകൾക്ക് മെസ്സേജ് അയച്ചിട്ട് അങ്ങനെയുള്ള അത് മെസ്സേജുകൾ. അതൊക്കെ വളരെ മോശമാണ് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അതെ. പിന്നെ ഷഹനാസ് പറയുന്നത് പോലെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം അവിടെയും കുറേ വിഷയങ്ങളുണ്ട്. ഒന്നെങ്കിൽ ഈ കമ്മിറ്റിയിലുള്ള ഈ വിഷയങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് തീർപ്പാക്കാൻ മുകളിലുള്ള കമ്മിറ്റികൾക്ക് പരാതി കൊടുക്കാൻ കഴിയുമായിരുന്നു. അപ്പോൾ രാഷ്ട്രീയപരമായിട്ട് നിൽക്കുന്ന എത്രയോ ആളുകളുണ്ട്. അവർ ബോൾഡായിട്ടുള്ള ആളുകളാണ്. അവരാണ് ഈ സമൂഹത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടത്. ഇപ്പോൾ നമുക്കറിയാം, സിനിമാ മേഖലയിലാണെങ്കിലും ഇപ്പോൾ മീ ടു വിഷയവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഒരുപാട് വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോലും അത്തരത്തിലാണ് വന്നത്. ഇവരെല്ലാം ആരാണ് എന്നൊരു ഉത്തമ ബോധ്യം ഇവർക്കുണ്ടാകണം. ഇപ്പം മാധ്യമപ്രവർത്തകരാണ്, മാധ്യമപ്രവർത്തകരായിട്ടുള്ള പെൺകുട്ടിയുടെ ഒരു പരാതിക്ക് ശേഷമാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങളുണ്ടായത്. അതെ. ഇവരെല്ലാം ആരാണ് എന്ന് നമ്മൾ ആലോചിക്കണം. സമൂഹത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, സമൂഹത്തിൽ ഇരകൾക്കൊപ്പം വേണ്ടിയിട്ട്, അവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ് ഇവരെല്ലാം. അപ്പോൾ ഇങ്ങനെയുള്ളൊരു വിഷയം ഉണ്ടാകുമ്പോൾ അപ്പോൾ തന്നെ പ്രതികരിക്കേണ്ടതും ഇത് കൃത്യമായി മനസ്സിലാക്കി മുന്നോട്ട് പോവേണ്ടതും ഇവർ തന്നെയായിരുന്നു. ഇപ്പം പൊളിറ്റീഷ്യൻസിനെ നമുക്കറിയാം, അവർക്ക് ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതലും പൊളിറ്റീഷ്യന്മാരെ ഇല്ലാതാക്കാൻ കഴിയുന്ന ഒരു വേ എന്ന് പറയുന്നത് സ്ത്രീ പ്രശ്നങ്ങൾ കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആരോപണങ്ങൾ വരികയാണ്. അങ്ങനെ പൂട്ടിയിട്ടുള്ള ഒരുപാട് പേരെ നമുക്കറിയാം. രാഷ്ട്രീയപരമായിട്ട് നിൽക്കുന്ന സമയത്ത് ക്യാമ്പസുകൾ അല്ലെങ്കിൽ അത് കേന്ദ്രീകരിച്ച് നിൽക്കുന്ന സമയത്ത് മറ്റേതെങ്കിലും പെൺകുട്ടിയെ കൊണ്ട് ഒരു പരാതി കൊടുപ്പിച്ചാൽ മതി, ഇയാളെന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പോലീസിലൊരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ തീരാവുന്ന വിഷയമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങൾ ഒരുപാട് നമ്മുടെ മുന്നിൽ നിലനിൽക്കുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്, രാഷ്ട്രീയപരമായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ടാണ് രാഹുലിനെ പലപ്പോഴും ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഫെയിമിൽ നിൽക്കുന്ന ഒരാളെ നശിപ്പിക്കാൻ സ്ത്രീകളെ ഉപയോഗിക്കുന്ന ഒരു രീതി ഇന്നും കേരള സമൂഹത്തിൽ, സ്ത്രീകളെ ബോംബായിട്ട് ഉപയോഗിക്കുന്ന ഒരു രീതി ഇന്നും നിലനിൽക്കുന്നുണ്ട്. അത് അടുത്ത ബോംബ് ഞങ്ങൾ ഇപ്പോൾ പൊട്ടിക്കും, അടുത്ത ബോംബ് ഞങ്ങൾ ഇപ്പോൾ പൊട്ടിക്കും എന്ന് പറയുന്ന രീതി, അത് തന്നെ ഒരു തെറ്റായിട്ടുള്ള രീതിയാണ്. സ്ത്രീകളെ ബോംബായിട്ട് ഉപയോഗിക്കുന്നതും സ്ത്രീകളുമായിട്ടുള്ള ലൈംഗിക ബന്ധം അത് പുറത്ത് പറയുന്നത് വലിയൊരു ബോംബാണ്, പൊട്ടിത്തെറിയാണ് എന്ന് പറയുന്നതും അത് തെറ്റായിട്ടുള്ളൊരു പ്രവണതയാണ് എന്നതൊരു യാഥാർത്ഥ്യമല്ലേ? ഈ പറഞ്ഞതുപോലെ അധികാര സ്ഥാനത്തിരിക്കുന്നവർ സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നത് വളരെ പതിവായി വരുന്നൊരു കാര്യമാണ്. ഈ പറഞ്ഞ ഉഭയകക്ഷി പ്രകാരമുള്ള ലൈംഗിക ബന്ധം ഒരിക്കലും തെറ്റല്ല. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം ഈ പറഞ്ഞ പെൺകുട്ടികളുമായി എനിക്ക് നിന്നോട് ലൈംഗിക താല്പര്യമുണ്ട്, നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ നമുക്കാവാം എന്ന് പറഞ്ഞാണ് ചെയ്തതെങ്കിൽ ഈ പറഞ്ഞതിനൊരു തെറ്റുമില്ല. പക്ഷെ അവിടെ പ്രണയം നടിച്ച് ചെയ്തത് കൊണ്ടാണ് തെറ്റാകുന്നത്. അതെ. ഇല്ലെങ്കിൽ സാമ്പത്തിക ലാഭത്തിന് വേണ്ടി ചെയ്തതാണ് അവിടെ തെറ്റാകുന്നത്. കള്ളം പറഞ്ഞതാണ് തെറ്റാകുന്നത്. അതുപോലെ നിന്നെ എനിക്ക് വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞതാണ് തെറ്റാവുന്നത്. നിനക്കൊരു കുഞ്ഞുണ്ടായാലേ നമുക്ക് ഒരുമിക്കാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞ് ഗർഭിണിയാക്കി അബോർഷൻ ചെയ്ത് അതിനുശേഷം അവരെ ഉപേക്ഷിക്കുന്നതാണ് തെറ്റാവുന്നത്. ഇതെല്ലാം തെറ്റ് തന്നെയാണ്. അപ്പോൾ ഇതിന് ശേഷം അതിനെ ഒരു രാഷ്ട്രീയ ആയുധമാക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണ തെറ്റുകാരൻ രാഹുൽ മാങ്കൂട്ടം തന്നെയാണ്. അദ്ദേഹം ചെയ്തത് കൊണ്ടാണ് ഇത് തെറ്റാവുന്നത്. ഇപ്പോൾ പിന്നെ രാഹുൽ ഉന്നയിച്ച മറ്റൊരു കാര്യം, ഒരുപാട് ആരാധകരുള്ള ആൾക്കാർക്ക് ഇങ്ങനെ മെസ്സേജുകൾ വരുമെന്ന് നമുക്കറിയാം. നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സർ എന്തോരം ആരാധകരുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരിക്കണം, ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ പറഞ്ഞതുപോലെ പണ്ട് സോഷ്യൽ മീഡിയ ഇല്ലാത്ത കാലഘട്ടത്തിലാണെങ്കിൽ എത്രയോ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ എത്ര പേർ അദ്ദേഹത്തോട് നല്ല സൗഹൃദ ബന്ധം സ്ഥാപിക്കാൻ പോയിട്ടുണ്ടാകും. ആരെങ്കിലും അദ്ദേഹം ചൂഷണം ചെയ്തതായി അറിഞ്ഞിട്ടുണ്ടോ? ഒരു സോളാർ കേസ് വന്ന അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹം അതിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് തെളിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അത്രയും ആത്മവിശ്വാസത്തോടുകൂടി നിന്നിട്ടുണ്ട്. ആ സ്ത്രീയെ മോശമായി പറയുന്ന ഒരു തരത്തിലും നമ്മൾ കണ്ടിട്ട് പോലുമില്ല. വളരെ ക്ലീൻ ആയിട്ടാണ് അത് ഡീൽ ചെയ്തത്.
അത് ഒരു രാഷ്ട്രീയ ആയുധമായിരുന്നു എന്ന്. ഈ പറഞ്ഞ പോലെ സ്ത്രീയെ ഒരു ബോംബായിട്ട് ഉപയോഗിച്ച് അവിടെ വീഴ്ത്താൻ ശ്രമിച്ചതാണെന്ന് നമുക്കറിയാം. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ അവിടെ ഉണ്ടായിരുന്നു. ഈ പറഞ്ഞതുപോലെ ഉമ്മൻചാണ്ടി സാറിന് തന്റെ അധികാരം ഉപയോഗിച്ച് എന്ത് വേണമെങ്കിലും ചെയ്യാമായിരുന്ന ഒരു സ്ഥലത്ത് അദ്ദേഹത്തിന്റെ ധാർമ്മികതയാണ് വർക്കായത്. അദ്ദേഹം അത് ചെയ്തിട്ടില്ല. അതുപോലെ രാഷ്ട്രീയ പ്രവർത്തകർക്ക് ആകാമായിരുന്നു. ഈ പറഞ്ഞതുപോലെ രാഹുലിന് വളരെ ഇപ്പോൾ രാഹുൽ എന്റെ ഫ്രണ്ടാണ് എന്ന് പറയാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടായിരുന്നിരിക്കാം. സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും ഒക്കെ ഉണ്ടായിരുന്നിരിക്കാം. ഇവരെല്ലാം ചൂഷണം ചെയ്യണമെന്ന് അവർ ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല. അതുപോലെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ എം.എ. ഷഹനാസിനെ പോലെ മാധ്യമ പ്രവർത്തകരെ പോലെ ഇവരെല്ലാം റിയാക്ട് ചെയ്യണമായിരുന്നു എന്ന് പറയുന്നു. എല്ലാവർക്കും ആ ഒരു ആർജവം ഉണ്ടാവണമെന്നില്ല. നമുക്ക് അങ്ങനെ വാശി പിടിക്കാൻ കഴിയില്ല. നമ്മൾ കണ്ടു ആദ്യത്തെ പരാതി ഉണ്ടായ ആ രാത്രി ഞാൻ സോഷ്യൽ മീഡിയ ഓപ്പൺ ചെയ്യുമ്പോൾ ആ പെൺകുട്ടിയുടെ ഫോട്ടോസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ പെൺകുട്ടിയുടെ പേര് വെച്ചിട്ട് ഫോട്ടോസ് ആയിട്ട് പുതിയ പ്രൊഫൈലുകൾ ഉണ്ടാകുന്നു, അതിൽ സ്ലട്ട് ഷേമിംഗ് നടത്തുന്നു. ഇത്ര പെൺകുട്ടികൾക്ക് ഇത് തരണം ചെയ്ത് അപ്പുറത്ത് വരാൻ കഴിയും? എനിക്ക് അന്നത്തെ രാത്രി എനിക്ക് ഭയങ്കര ഭയം തോന്നി, ആ പെൺകുട്ടി എന്ത് മാനസികാവസ്ഥയിലായിരിക്കും പോകുന്നത് എന്ന്. അപ്പോൾ ഇത് കാണുന്ന മറ്റു പെൺകുട്ടികൾ, മറ്റ് മാധ്യമ പ്രവർത്തകരായിക്കോട്ടെ, മുതിർന്ന കോൺഗ്രസ് നേതാക്കളായിക്കോട്ടെ, ഇവർക്കൊക്കെ ഈ ആർജവം ഉണ്ടാകുമോ? ഇവർ വിചാരിക്കുമോ അയ്യോ ഞാനൊരു കേസ് കൊടുത്ത ഇതുമായിരിക്കും എൻ്റെ ഗതി എന്ന് പേടിച്ചു പോകില്ല? അപ്പോൾ ഈ സ്ത്രീപീഡന പരാതികളിൽ, ലൈംഗിക ചൂഷണ പരാതികളിൽ കേസുമായിട്ട് മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് ഇന്നത്തെ സമൂഹത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് നമുക്കറിയാവുന്ന കാര്യം. എത്ര അല്ല എന്ന് പറഞ്ഞാലും, എത്ര കോൺഫിഡൻഷ്യൽ ആയിട്ട് ഇത് സൂക്ഷിക്കുമെന്ന് പറഞ്ഞാലും, എനിക്കും രാഹുലിനും ഒക്കെ ഈ പെൺകുട്ടികളുടെ പേരറിയാം. ഇത് ഉറപ്പായിട്ടും പുറത്തു വരും. ആ ഭയം എല്ലാ സ്ത്രീകൾക്കും ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ മീ ടു ക്യാമ്പയിനുകൾ ഉണ്ടായത്. ഇപ്പോൾ എനിക്കൊരു മോശം അനുഭവം ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ ഫേസ്ബുക്കിൽ നിന്നോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഏതെങ്കിലും സംഘടനകളുടെ അക്കൗണ്ടിൽ നിന്നോ ആയിരിക്കും ഇത്തരം പോസ്റ്റുകൾ ഇടുക. സമൂഹത്തിന് ഒരു അവയർനെസ് കൊടുക്കുക. ഇവനൊരു സെക്ഷൽ പെർവേർട്ടാണ്, ഇവൻ എന്തെന്തോ മാനസിക രോഗമാണെന്നുള്ളത് അവയർനെസ് കൊടുക്കുക. കൂടുതൽ സ്ത്രീകൾ, പെൺകുട്ടികൾ ഇതിൽ വീഴാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. ഇന്നത്തെ കാലത്ത് സമൂഹ മാധ്യമങ്ങളുടെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് രണ്ട് ഭാഗത്തെയും കളിയാക്കുമെന്നത് വലിയൊരു വിഷയമാണ്. അതായത് ഇപ്പോൾ ഇരയാക്കപ്പെട്ട് കഴിഞ്ഞാലും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ കളിയാക്കുന്ന ഒരുപാട് ട്രോളുകൾ നമ്മൾ കാണും. അതേപോലെ തന്നെ ആ പെൺകുട്ടിയെ കളിയാക്കുന്ന ഒരുപാട് ട്രോളുകൾ കാണുന്നു. ഇത് നാളെ എൻ്റെ പേരിൽ എന്തെങ്കിലും ഒരു ഫേക്ക് ന്യൂസോ അല്ലെങ്കിൽ അത്തരത്തിലൊരു വാർത്തയോ വന്നു കഴിഞ്ഞാൽ നാളെ എന്നെ കളിയാക്കിക്കൊണ്ട് വലിയ രീതിയിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് ഇത്തരത്തിൽ നന്മ മരം ചമഞ്ഞ ഇവൻ അറസ്റ്റിലായി എന്നുള്ള രീതിയിലായിരിക്കും വരാൻ പോകുന്നത്. അത് ശരിയാണോ തെറ്റാണോ എന്ന് പോലും അന്വേഷിക്കാൻ കഴിയാത്ത അത്തരത്തിലുള്ള കേസുകൾ നിരവധി വരാനുള്ള സാധ്യതകൾ ഇനി വരാൻ പോകുന്ന കാലത്തുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ ഒരാളെ തകർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എത്രയോ വാർത്തകൾ കണ്ടിട്ടുണ്ട്. പത്രമാധ്യമങ്ങളിൽ കുടുംബം നഷ്ടപ്പെട്ട, അപ്പോൾ പോലീസുകാരോടുള്ള വൈരാഗ്യം അല്ലെങ്കിൽ എക്സൈസുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായ വിഷയത്തിൽ വൈരാഗ്യത്തിൻ്റെ പേരിൽ പിടിച്ചുകൊണ്ട് പോയിട്ട് വെറും വെള്ളപ്പൊടി മാത്രം കൊണ്ടുപോയത് അത് മയക്കുമരുന്നാണ് എന്ന് പിടിച്ച് മാധ്യമങ്ങളുടെ മുന്നിൽ ആക്കുന്നതും അത് പിന്നീട് അല്ല എന്ന് പറഞ്ഞ് തെളിഞ്ഞു വരുന്നതും, ഇതൊക്കെ നമ്മൾ പലപ്പോഴും ഇത്തരത്തിലുള്ള കേസുകൾ കണ്ടിട്ടുണ്ട്. ഇതേപോലെ തന്നെയാണ് ഇത്തരത്തിൽ വരാൻ പോകുന്ന കേസുകളും. ഇതിന് രണ്ട് ഭാഗമുണ്ട്. നമ്മൾ ഇനി എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഇതിനെ ആഘോഷിക്കുന്ന രണ്ട് വിഭാഗങ്ങൾ എപ്പോഴും ഉണ്ടാകുമെന്നൊരു യാഥാർത്ഥ്യമാണ്.